പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻകമിന് വേണ്ടിയിട്ടാണ്, ഒരു ഏർണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതുതരം വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് യൂട്യൂബിൽ നിന്നും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, വീഡിയോസ് വൈറലാകുന്നത്, സബ് കൂടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് എല്ലാ യൂട്യൂബേഴ്സിനും ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ ആ ഒരു വീഡിയോയിൽ നിന്നും അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴും നമ്മൾക്ക് ഏർണിങ്സ് കിട്ടണമെങ്കിൽ എങ്ങനെയുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യണം, ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടു, അപ്പോൾ അടുത്ത 5 വർഷമോ 10 വർഷമോ ആയാലും അതിൽ നിന്നും നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അത് 2 തരത്തിലെ വീഡിയോസ് നമ്മൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഒന്ന് എവർഗ്രീൻ കണ്ടൻറ്റ്, അതായത് ഇന്നൊരു വീഡിയോ നമ്മൾ ഇട്ടാൽ അത് കുറേ നാളത്തേക്ക് നമ്മൾക്ക് വരുമാനം തന്നുകൊണ്ടേയിരിക്കും, സബ് കൂടും, വ്യൂസ് കൂടും. പിന്നെ വേറൊരു തരത്തിൽ ഉള്ള വീഡിയോസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഇന്ന് വൈകിട്ടില്ലെങ്കിൽ നാളെ കൊണ്ട് വ്യൂസ് വന്നിട്ട് അതങ്ങ് പെട്ടെന്ന് നിൽക്കും. അത് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സോ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ്. അത് പെട്ടെന്ന് വൈറലാകുകയും ചെയ്യും, പിന്നീട് അത് മുമ്പോട്ട് റണ്ണാകുകയില്ല. ആ ഒരു പെർട്ടിക്കുലർ ടൈം സ്പാനിൽ മാത്രം ആളുകൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് കാണുന്നത് തന്നെയാണ് നമ്മൾ ട്രെൻഡിങ് വീഡിയോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ച് ദിവസം നോക്കും, പിന്നെ അത് കാലക്രമേണ ആ വ്യൂസ് അങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ട്രെൻഡിങ് ടോപ്പിക്സ് ഇട്ടാൽ നമ്മൾക്ക് എവർ ലോങ് ആയിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാകില്ല. പക്ഷേ അതേസമയം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഏത് കാറ്റഗറിയിലാണോ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ചാനലിന്, അതനുസരിച്ചിട്ട് നല്ല കണ്ടൻറ്റ്, എവർഗ്രീൻ ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ടത്. അതുപോലെ നല്ല തമ്പനെയിൽ ഇടുക, അതുപോലെ നല്ല SEO പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SEOs ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അത് വളരെ യൂസ്ഫുള്ളായിട്ടും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്ത് കാറ്റഗറിയിൽ ഒരു വീഡിയോ ചെയ്യുന്നോ അത് മറ്റുള്ളവരുടെ നിന്ന് അതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് എല്ലായിടത്തും കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ആർക്കും അതിൽ ഒരു താല്പര്യം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ അതൊരു പ്രത്യേക ഒരു സ്പെഷ്യലായിട്ട് നമ്മളുടെ ആ കഴിവ് ഉപയോഗിച്ചിട്ട് വേറെ ഒരു രീതിയിൽ നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതെപ്പോഴും അതിനിങ്ങനെ തുടരെ വ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുറേ കാലം അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെയോ ഉണ്ടെങ്കിൽ അതിലും ഇന്നും നമ്മൾക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു രീതിയിൽ ഇപ്പോൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ നിന്നും നമ്മൾക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനുമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. വേറെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടും ഉടൻ തന്നെ കാണാം.